ഞാൻ ശ്രീ എൻ ശ്രീകുമാറിലേക്ക് കൂടി പോകുന്നു, വീക്ഷണം മുന്നടിച്ച ശ്രീകുമാർ, താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ തോൽവിയെക്കുറിച്ച് കെ മുരളീധരൻ പലതവണ പലതും പറഞ്ഞിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒന്ന് കണ്ടോർത്തുകൊണ്ട് താങ്കളിലേക്ക് വരാം. ഇപ്പൊ തൃശ്ശൂരിനെ കണ്ടില്ല, 56,000 വോട്ട് BJP ചേർത്ത് നമ്മുടെ വിദ്വാന്മാർ അറിഞ്ഞിട്ടില്ല. എന്നിട്ടും പറയണം ഉറപ്പായിട്ട് ജയിക്കുന്നു പറഞ്ഞിട്ടാണല്ലോ എന്നെ കൊണ്ടവിടെ ഇട്ടോ. അന്ന് പ്രവീണൊക്കെ ഉണ്ടായിരുന്നു എന്നെ കൊണ്ടയക്കാൻ. അപ്പോ അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഷുവറാന്ന് പറഞ്ഞ് കേട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോ നട്ടുമില്ല ബോൾട്ടുമില്ല. ഒരു വണ്ടിയിൽ കരുതി യാത്ര ചെയ്യാൻ പറഞ്ഞു. വണ്ടിയിൽ നോക്കുമ്പോൾ സ്റ്റിയറിംഗും ഇല്ല, നട്ടുമില്ല, ബോൾട്ടുമില്ല. അതാണ് അവിടുത്തെ സിസ്റ്റം. ഏതായാലും ചെന്ന് പെട്ടുപോയി. ഇത് എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് തടി ഊരി കുഴപ്പമില്ലാതെ അവിടെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു. കാരണം തൃശ്ശൂരിൽ എനിക്ക് അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല. ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ കെ മുരളീധരൻ മുൻപും പിൻപും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു നട്ടും ബോൾട്ടും ഇല്ലാത്ത, സ്റ്റിയറിംഗ് പോലും ഇല്ലാത്തൊരു വണ്ടിയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് സംവിധാനം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടല്ലേ ഈ KPCC ഉപസമിതിയുടേതായ കണ്ടെത്തൽ, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള വാർത്ത? പൂരത്തെ പഴിച്ച് തോൽവിയുടെ ആഴത്തെ മറച്ചുവെക്കാൻ ശ്രമിച്ചാൽ അത് രാഷ്ട്രീയമായി അപകടം ചെയ്യും എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? നോക്കൂ ശരത്ത്, നിങ്ങൾ എന്നെ കെ മുരളീധരൻ്റെ പ്രസംഗം കേൾപ്പിച്ചു. അത് ഞാനും കേട്ടു. പഴയ ഒരാഴ്ച മുമ്പുള്ള പ്രസംഗമാണ്. ഒരു സംവിധാനത്തിൻ്റെ പോരായ്മയെ അദ്ദേഹം സരസമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് അങ്ങനെ അദ്ദേഹം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം അത് തൃശ്ശൂരിലത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതുകൊണ്ട് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ ഉൾക്കൊള്ളുന്നത് നല്ലത് തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ചത്, ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്തകളെക്കുറിച്ചല്ലല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്. KC ജോസഫ് നേതൃത്വം നൽകിയ ചന്ദ്രശേഖരനും T സിദ്ദീഖ് MLAയും പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് KPCC പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം പ്രസ്താവന ശ്രീ KC ജോസഫ് ഇന്ന് തിരുവനന്തപുരത്ത് പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ശരത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ ശരത്തിന് അയച്ചു തരാം. അപ്പോൾ അതിൽ അവർ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. BJP CPM ബാന്ധവത്തെക്കുറിച്ച് അതിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പൂരം കൊണ്ടാണ്, പൂരം മാത്രമല്ല തോൽവി എന്നതിന് പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ റിപ്പോർട്ട് അത് പബ്ലിക്കിന് ഒരിക്കലും കിട്ടില്ല. കാരണം അത് ഒരു ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടാണ് ഒരു പാർട്ടിയുടെ. CPMലും അങ്ങനെ ആഭ്യന്തര റിപ്പോർട്ടുണ്ടല്ലോ, ശ്രീ അനിൽകുമാറിനൊക്കെ അറിയാമല്ലോ. എല്ലാ പാർട്ടികളിലുള്ള ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് പോലെ ഒരു ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടാണത്. അതായത് വസ്തുതകളെ അന്വേഷിച്ച് പഠിച്ച് നൽകിയ ഒരു റിപ്പോർട്ടാണത്. അത് ഒരു എല്ലാ മാധ്യമങ്ങളിലും വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷം, എല്ലാ മാധ്യമങ്ങളിലും വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പൂരം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു വിഷയമല്ല എന്ന നിലയിൽ തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ ആ നിലയിൽ വാർത്ത വന്നിരുന്നു. അല്ല, വാർത്ത വന്നിരുന്നു. പക്ഷേ വാർത്ത വന്നിട്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്? കാരണം CPMൻ്റെ മുഖപത്രത്തിലാണ് 2 ആഴ്ച മുമ്പ് റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വാർത്ത വന്നു. റിപ്പോർട്ട് കൊടുത്തു, പ്രതാപനെതിരെ ജോസിനെതിരെ ഒക്കെ നടപടിയെന്ന്. KPCC വർക്കിംഗ് പ്രസിഡന്റാണ് TM പ്രതാപൻ എന്നൊരു ബോധം ആ എഴുതിയ ആൾക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാകുമായിരുന്നില്ല. അത് ഇതിലെ അച്ചടക്ക നടപടിക്കുള്ള അന്വേഷണ റിപ്പോർട്ട് അല്ലത്. അത് ആദ്യം അവർ മനസ്സിലാക്കണം. എന്തുകൊണ്ട് തൃശ്ശൂരിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തായി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് അത് എന്താണ് അതിൻ്റെ വസ്തുത എന്നതിനെ അന്വേഷിക്കാൻ വേണ്ടിയാണ് 3 പേര് വന്നത്. അത് അച്ചടക്ക നടപടി എടുക്കാനല്ല. അതാദ്യം മനസ്സിലാക്കുക. ആ റിപ്പോർട്ട് കെ മുരളീധരൻ പറഞ്ഞതുപോലെ നട്ടും ബോൾട്ടും ഇല്ലാത്ത, സ്റ്റിയറിംഗും ഇല്ലാത്ത തികഞ്ഞ പരാജയമായി മാറിയ ഒരു സംഘടനാ സംവിധാനമാണ് തൃശ്ശൂരിൽ കോൺഗ്രസിനുള്ളത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് ഈ KPCC ഉപസമിതിക്കും ബോധ്യപ്പെട്ടു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ല, കെ മുരളീധരൻ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ട് 3ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയി. 3ാം സ്ഥാനത്താണ് കോൺഗ്രസ്, UDF. അത് വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. ആ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് ഇത്രയും പോരാൻ വേറെ കുറച്ചുകൂടെ കടുപ്പിച്ച് പറയണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പോരായ്മയാണ്. അദ്ദേഹത്തിലൂടെ ആ സംവിധാനത്തെക്കുറിച്ച് മലയാളികൾ മനസ്സിലാക്കിയ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അത് പൂർണ്ണമായും ശരിവെക്കുകയല്ലേ KPCC ഉപസമിതിയുടെ ഈ റിപ്പോർട്ടെന്നാണ് ഞാൻ ചോദിച്ചത്.
അല്ലല്ല, അതെന്താ റിപ്പോർട്ടിൻ്റെ ഉപസമിതി കൊടുത്ത റിപ്പോർട്ടിൽ അവർ വസ്തുതകൾ കണ്ടെത്തി എന്തുകൊണ്ട് തോറ്റു 1, 2, 3 അക്കമിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ തൃശ്ശൂർ പൂരമുണ്ട്, BJPയുടെ മറ്റേ വോട്ട് വർദ്ധിച്ചതുണ്ട്, 7 അസംബ്ലി മണ്ഡലങ്ങളിൽ അവരുടെ വോട്ട് കൂടിയതുണ്ട്, എന്തുകൊണ്ട് ഗുരുവായൂരിൽ കുറഞ്ഞു എന്നുള്ളതുണ്ട്, എന്തുകൊണ്ട് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടിയിട്ടും LDF സ്ഥാനാർത്ഥി നമ്മുടെ പൂരമാണ് തൻ്റെ വോട്ട് കുറച്ചത് എങ്ങനെയാണ് പറയുന്നത്. ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ആ കാര്യങ്ങളെല്ലാം KPCC പ്രസിഡന്റിൻ്റെ കയ്യിലാണ് ആ റിപ്പോർട്ട്. അതിന് 4 പേര് ആ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കും. ആ 4 പേരെന്ന് പറയുന്നത് KPCC പ്രസിഡന്റ്, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ, ഇത്രയും പേര് പരിശോധിച്ചിട്ട് ആ പരിശോധന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് എന്താണ് പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടി എടുക്കേണ്ടത്, അച്ചടക്ക നടപടിയല്ല, എന്താണ് തീരുമാനിക്കേണ്ടത് എന്ന് പാർട്ടി തീരുമാനിക്കും. അതിനുള്ള ഒരു വസ്തുതകൾ അന്വേഷിച്ച ഒരു റിപ്പോർട്ടാണ് അത്. ആഭ്യന്തര റിപ്പോർട്ടാണ്. അത് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന് ചോദിക്കുന്നതിൽ യാതൊരു ഒരു കാര്യം കൂടി ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കളോട്, കാരണം രാഷ്ട്രീയമായി പൂരം അലങ്കോലപ്പെട്ട പൂരം വിവാദത്തെ രാഷ്ട്രീയമായി സർക്കാരിനെതിരായ ഒരു വിമർശന വിഷയമാക്കി കോൺഗ്രസ് നിർത്തുമ്പോഴാണ് KPCC ഉപസമിതിയുടെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ പരാജയത്തിൻ്റെ ഗൗരവപ്പെട്ട കാരണങ്ങളിൽ ഒട്ടേറെ ഘടകങ്ങൾ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ ബൂത്തുകളിൽ പോലും കോൺഗ്രസ്സിന് വോട്ട് കിട്ടാത്ത സാഹചര്യം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. 1275 ബൂത്തുകളുള്ളതിൽ സീനിയർ നേതാക്കൾക്ക് ചുമതല നൽകിയിരുന്നതിൽ 719 ബൂത്തുകളിലും കോൺഗ്രസ്സിന് ഒന്നാമതെത്താൻ കഴിഞ്ഞില്ല. പോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പൂരം വിവാദം എന്നത് രാഷ്ട്രീയമായി ഉയർത്തിപ്പിടിക്കുമ്പോൾ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ താങ്കൾ വിയോജിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിലൂടെ വന്നൊരു മെസ്സേജ്, മാധ്യമങ്ങൾക്ക് കിട്ടിയ കൃത്യമായ സൂചന, വിവരം, ഞാൻ വീണ്ടും പറയുകയാണ്, വിവരം പൂരം എന്നതല്ല ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു പ്രധാന വിഷയമായി ഈ ഉപസമിതി കണ്ടെത്തുന്നതേയില്ല. അങ്ങനെ തന്നെയാണത് വിലയിരുത്തി പോന്നിട്ടുള്ളത്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു തിരിച്ചടി തന്നെയല്ലേ? ശ്രീ ശരത്തെ, പൂരം എന്തോ എനിക്കൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് ഫോൺ അടിക്കുന്നതിൻ്റെ. അതായത് പൂരത്തെക്കുറിച്ച് ഞാൻ പറയാം. പൂരത്തെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പത്രങ്ങൾക്ക് കിട്ടില്ല. കാരണം ആ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല. ഇന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത അവരുടെ ഊഹാപോഹങ്ങളാണ്. പൂരത്തെക്കുറിച്ചും പൂരക്കാലത്തുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട്. അതിൽ തോൽവിയുടെ കാരണങ്ങൾ ആ 3 അംഗ സമിതി കണ്ടെത്തിയത് വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലെ ഒരു പരാമർശം ഉണ്ടായിരിക്കാം പൂരം. ഞാൻ കാരണം ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ പൂരമാണ് ആ തോൽവിക്ക് തൃശ്ശൂർ പൂരം കൊണ്ടാണ് തൃശ്ശൂരിൽ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ തോറ്റത് എന്ന് പറയുന്നതിലെ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. ഞാനതിൽ വിശ്വസിക്കുന്നുമില്ല. ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക്, ശ്രീ ജയചന്ദ്രൻ എന്തോ ചോദിക്കാൻ വന്നു. ചോദ്യമാണോ ശ്രീ ജയചന്ദ്രൻ? ശ്രീ ജയചന്ദ്രൻ അദ്ദേഹത്തോട് ചോദ്യമാണോ? ശ്രീകുമാറിനോട് ഒരു കാര്യം, ശ്രീകുമാറിനോട് മാത്രം. എന്താണ് ചോദിക്കാമോ? ചോദിക്കും. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:45 KPCC പ്രസിഡന്റിൻ്റെ ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. ഉച്ചകഴിഞ്ഞ് 2:45 അതിൽ തൃശ്ശൂരിലെ തോൽവി സംബന്ധിച്ച് പഠിക്കാൻ KPCC നേതൃത്വം രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്, KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ എന്നിവരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ ഉപസമിതി സമർപ്പിച്ച റിപ്പോർട്ട് KPCCയുടെ പരിഗണനയിലാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പാർട്ടി ഈ വിഷയത്തിന്മേൽ ചർച്ച നടത്തി ഉചിതമായ തീരുമാനങ്ങൾ സ്വീകരിക്കും എന്ന് പറയുന്നത് ശ്രീകുമാർ KPCC പ്രസിഡന്റാണ്. താങ്കൾ CPMൻ്റെ കാര്യം സൂചിപ്പിച്ചു. CPMൽ അത്തരത്തിലുള്ള സമിതികൾ രൂപീകരിക്കാറുണ്ട്. പക്ഷേ വാർത്താക്കുറിപ്പ് ഇറക്കി ഇങ്ങനൊരു സമിതി രൂപീകരിച്ചിരിക്കുന്നു, അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം പാർട്ടി ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് CPM അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇത് KPCC പ്രസിഡന്റ് പരസ്യമായി പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് ഇന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ താങ്കൾ പറഞ്ഞതുമായിട്ട് അത് ചേരുന്നില്ലല്ലോ എന്ന് താങ്കൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്. അതെ അത് എൻ്റെ ജയൻ അത് ഞാൻ പറഞ്ഞ ജയൻ കേട്ടിട്ടുണ്ടാവില്ല. അതായത് ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് പറഞ്ഞ തീരുമാനം എടുക്കുന്നതാണ്, നടപടി എടുക്കുന്നതല്ല. തീരുമാനിക്കുന്ന എന്താണോ അതാണ് ഞാൻ പറഞ്ഞത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ
പാർട്ടിയുടെ തോൽവിയെ സംബന്ധിച്ച് അത് ഏത് പാർട്ടി എടുക്കുന്നതാണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തീരുമാനമാണ് എടുക്കുക. അല്ലാണ്ട് അച്ചടക്ക നടപടിയല്ല, നടപടി എന്നതിൽ പറഞ്ഞിട്ടില്ല. അത് CPM ഉണ്ടായിട്ടുണ്ട്. CPM ഇപ്പോൾ ജയരാജൻ്റെ EP ജയരാജൻ്റെ തർക്കം വന്നപ്പോൾ ഒരു അന്വേഷണ സമിതിയെ വെച്ചു എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ വാർത്ത വന്നു. അവർ പറഞ്ഞു അന്വേഷണ സമിതിയെ വെച്ചില്ലെന്ന് പാർട്ടി ഔദ്യോഗികമായിട്ട് പറഞ്ഞു, വെച്ചില്ല പറഞ്ഞു. പക്ഷേ ഒരു സമിതി ഉണ്ടായിരുന്നു എന്നുള്ളതും ആ സമിതിയുടെ റിപ്പോർട്ടൊന്നും പുറത്തു വരില്ല. അത് എല്ലാ പാർട്ടികളിലുള്ളതാണ്, അതിന് പുതുമയുള്ള കാര്യമല്ല. ഇപ്പം വാക്കുകൾ എന്തെങ്കിലും ഇപ്പോൾ നാളെ വേറൊരാൾ നടപടി എന്ന് പറഞ്ഞാൽ അത് അച്ചടക്ക നടപടിയായിട്ട് കണക്കാക്കണ്ട. കാരണം ആ സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, KPCC ഇവിടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ അവർ 4 പേര് പരിശോധിച്ചതിന് ശേഷം തുടർന്ന് എന്ത് ചെയ്യണം, പാർട്ടിക്ക് ഈ അടുത്ത തവണ ജയിക്കണമല്ലോ, അടുത്ത തവണ വെച്ചാൽ പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, മെച്ചപ്പെടുത്തേണ്ട കാര്യം, നട്ടും ബോൾട്ടും ഇടണം, ഇതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാവുക. ആ തർക്കമില്ലാത്ത